പുഴുങ്ങലരിയും കാസറോളും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഇതിന് നമുക്ക് മെയിൻ ആയിട്ടും പുഴുങ്ങലരിയാണ് കേട്ടോ വേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. റേഷൻ അരി ആയാലും കുഴപ്പമൊന്നുമില്ല. ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കാസറോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ആദ്യം ഇതൊന്ന് നല്ലോണം കഴുകി എടുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. റേഷൻ അരി ആണെങ്കിൽ വെള്ളം അധികം തിളപ്പിക്കണമെന്നില്ല, കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരി ഇതുപോലെ ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഇത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഒന്നും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റേഷൻ അരി ആണെങ്കിൽ ഇത്രയും സമയമൊന്നും വെക്കേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു 1/4 മണിക്കൂർ കൊണ്ടെല്ലാം തന്നെ നമുക്ക് ഹാഫ് കുക്കായിട്ട് കിട്ടും. ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം പകുതി ഇട്ടിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. മാക്സിമം നന്നായിട്ട് അരക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ചെറിയ തരിയെല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും പറ്റുന്ന പോലെ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അധികം ലൂസാക്കരുത്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് അരച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം 2 കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കിയിട്ട് നമ്മൾ എടുക്കുക. കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം, അതാണ് ഇതിൻ്റെ പാകം. ഇനിയിപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുക. കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്യുക. കുറച്ച് വലിയ ബോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നല്ല സൈസിലുള്ള ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ മാവും നമുക്ക് ഈ ഒരു സൈസിൽ ബോളാക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു വാഴയിലൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അധികം നേരിയതാക്കുന്നില്ല, കുറച്ച് കട്ടിയിലാണ് ഞാൻ പരത്തുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തിയത്. ഇനിയിപ്പോൾ നമ്മൾ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് വാഴ ഇലയോടുകൂടെ തന്നെ നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് സമയം കുക്കായി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ വേറൊരു വാഴയിലൻ്റെ കഷ്ണം വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കണം. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ മറിച്ചിടാൻ. ഞാനിപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റ് ഈ വാഴയില ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ആ സമയത്ത് നമുക്ക് വാഴയിലൊക്കെ എടുത്ത് മാറ്റാം. അപ്പോഴത്തേക്കും ഇത് ഏകദേശം കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ സൈഡും കൂടി നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. പിന്നെ ഇത് നല്ല ചൂടുണ്ടാവും. അപ്പോൾ ചൂടോടെ പിടിക്കാൻ പറ്റാത്തവർ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഓയിൽ അല്ലെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നല്ലോണം കുക്കാവും ചെയ്യും, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് നേരിയതായിട്ട് ഉണ്ടാക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പാലിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ കുറേ നേരം വരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇത് ചിക്കൻ കറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.